ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിലേക്കാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ദൃശ്യങ്ങൾ എത്തിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ കൈകൂപ്പി മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമോ? ആകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ എത്തുന്ന നൂറുകണക്കിന് വിശ്വാസികൾ. തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ വലിയ മാറ്റങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോട് അവർ തന്നെ അനുഭവം പങ്കുവെക്കുകയാണ്. ഞങ്ങൾ ചവറയിൽ നിന്നാണ് വരുന്നത്. ചവറ അപ്പം ഞാനിപ്പോൾ 1 വർഷം മുന്നേ ഇവിടെ വന്ന് 7 തവണ പൂജകളെല്ലാം ചെയ്തിരുന്നു, പൂജയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്. ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ കഴിയുന്നിടത്ത് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. ജോലിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാറ്റമുണ്ട്. പിന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിവായി വരുന്നു. ഏകദേശം ഒതുങ്ങി വരുന്നു. പിന്നെ സമാധാനമുണ്ട്, സന്തോഷവും സമാധാനവും. നിരവധി പേരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്കാണ് ഇവിടെ അത്ഭുതകരമായ ഫലപ്രാപ്തി ഉണ്ടായതായി ഭക്തർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ആവശ്യത്തിന് വേണ്ടിയിട്ട് വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു. അത് 3 ജോലി കിട്ടി. അത് കഴിഞ്ഞ് അതിൻ്റെ വഴിപാടിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോഴാണ് മോൾക്ക് കുട്ടികളില്ല. അപ്പോൾ അവൾക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് വഴിപാടുകൾ ഒരു പട്ട എണ്ണയും 1 കിലോ നെയ്യും വെച്ച് പ്രാർത്ഥിക്കാൻ ഇതായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ചെയ്തിട്ട് പോവുകയാണ്. 3 മാസത്തിനുള്ളിൽ കാര്യം നടക്കുമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കണ്ണീരോടെ വന്ന് കൈകൂപ്പിയവർ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ നിന്നും മടങ്ങുകയാണ്. കണ്ണീരോടെ വന്ന് കൈകൂപ്പിയവരെല്ലാം തിരികെ സന്തോഷത്തോടെയാണ് ഇവിടെ എത്തി തൊഴുതു പോകുന്നത്. സുജാത കുഴപ്പനോക്കുന്നതിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് പൂജയൊക്കെ ചെയ്ത് ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചു കിട്ടി. കൊല്ലം ജില്ലയിലെ പാരുപ്പള്ളി വവ്വാക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് ഈ അത്ഭുത അനുഭവങ്ങൾ കാത്തിരിക്കുന്നത്. പാരുപ്പള്ളി മെഡിക്കൽ കോളേജിന് തൊട്ടു പിറകുവശത്തായാണ് ഈ പുണ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിനും ഇവിടെ എത്തിച്ചേരാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.